പ്രിയമുള്ളവരെ, ലോകത്തിന്നോളം ഒരു രാജ്യത്തും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സ്ഥാനാർത്ഥികളും നടത്തിയിട്ടില്ലാത്ത വിധം ചതിയും വഞ്ചനയും നാണം കെട്ട വൃത്തികെട്ട രാഷ്ട്രീയ കളികളും കൊണ്ട് അധികാരം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 1.5 ദശാബ്ദക്കാലമായി തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ ഓരോ സംസ്ഥാനങ്ങളിൽ വെട്ടിമാറ്റിയും EDയെയും CBIയെ ഉപയോഗിച്ച് ഓരോ രാഷ്ട്രീയ നേതാക്കളെയും അഴിമതികൾ ആരോപിച്ച് യാതൊരു തെളിവുമില്ലെങ്കിൽ പോലും കോടതികളെ ഉപയോഗിച്ച് അടിച്ചമർത്തി അവരെയൊക്കെ ജയിലുകളിലിട്ട് അധികാരം പിടിച്ചെടുക്കുന്ന നാണം കെട്ട കാഴ്ച, ജനാധിപത്യ അട്ടിമറി, ജനാധിപത്യ ധ്വംസനം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പാർലമെൻറ്റിൽ 2 ദിവസം മുമ്പ് അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലും അതിൻ്റെ മറവിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഡീലിമിറ്റേഷൻ മണ്ഡല പുനർനിർണയ കമ്മിറ്റി. ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അട്ടിമറിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അതിന് പിന്നിലുള്ളത്. കാരണം 543 ഇന്ന് നിലവിലുള്ള തരത്തിൽ 543 പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ത്രീകൾക്കായിട്ട് 33% സംവരണം അങ്ങനെ ഏർപ്പെടുത്തിയാൽ അധികാരം തങ്ങളുടെ പുരുഷാധിപത്യവും മേധാവിത്വവും നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് അതിന് പകരം മണ്ഡല പുനർനിർണയത്തിലൂടെ 880 സീറ്റ് വർദ്ധിപ്പിച്ച് അതിലൂടെ അധികാരം പിടിച്ചെടുക്കാം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത 80% വരുന്ന സ്ത്രീകളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള തന്ത്രം, സകല തന്ത്രങ്ങളും പയറ്റി വിജയിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ച ദയനീയമായ കാഴ്ചയാണ്. നമുക്കറിയാം, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസും 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഇവിടെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ചീഫിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് പകരം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനെയും ആഭ്യന്തരമന്ത്രിയെയും ഉൾപ്പെടുത്തി നടത്തിയ നാടകത്തിലൂടെ ഒരു ജാരസന്തതി എന്ന് പറയാവുന്ന ഇലക്ഷൻ കമ്മീഷനെ നിയോഗിച്ച് സകലവിധ വോട്ടട്ടിമറികളും നടത്തി അധികാരം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹൈന്ദവവൽക്കരണം. അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളായ നിരവധി പേരുടെ പരിശ്രമ ഫലമായി രാജ്യത്ത് നിന്ന് പിഴുതെറിഞ്ഞ ആ ജാതി വ്യവസ്ഥ, അതായത് 1800 വർഷത്തോളം കാലം ഇന്ത്യ രാജ്യം ഈ പട്ടിണിപ്പാവങ്ങളായ ജനങ്ങളെ മുഴുവൻ കാലടിയിലിട്ട് ചവിട്ടി തേച്ച് ജാതി വെറിയും ജാതി വർഗീയതയും നടപ്പാക്കി ഇനിയും നമ്മുടെ രാജ്യത്തെ കുരുതി കഴിച്ച് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന പ്രാകൃതമായ ഭരണാവസ്ഥ, ആഭാസം നടപ്പാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയും അമിത് ഷായും കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയിൽ നമ്മുടെ രാജ്യത്ത് വിജയിക്കണമോ? എത്ര കാലത്തേക്കാണ് നടത്തുന്നത്? സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരേക്കാൾ ഭയാനകമായ വേഗതയിലും ഭയാനകമായ ഭീകരവാഴ്ചയിലും കൂടെ ഇവിടെ ഈ അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന ഇത്തരമൊരു ഭരണാഭാസം ഇനിയും നമ്മുടെ രാജ്യത്ത് തുടരണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിച്ചേ മതിയാവും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കേരളവും കർണാടകയും അതുപോലെ തന്നെ തമിഴ്നാട് ഒരു കാരണവശാലും BJPക്ക് കാലുകുത്താൻ പോലും പറ്റുന്നൊരവസ്ഥയിലല്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. അയ്യങ്കാളിയുടെ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ലോകത്താദ്യമായി നടന്ന വിപ്ലവങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾ മുഴുവൻ ഈ പ്രധാനമന്ത്രിയുടെ അഭൗമമായ ദൈവീക പരിവേഷമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ, അദ്ദേഹത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തേച്ച് വെളുപ്പിച്ചെടുത്ത് പെരുമുതുക്കനെ അവതരിപ്പിക്കുന്നതുപോലെ പ്രധാനമന്ത്രിയെ അങ്ങനെ സോപ്പ് കുട്ടപ്പനായി ഏതാണ്ട് ദൈവിക ശക്തിയോടെ
അണിയിച്ചൊരുക്കി മേക്കപ്പ് ചെയ്ത് അണിയിച്ചൊരുക്കി ഇറക്കിക്കൊണ്ടുവന്ന് റോഡ് ഷോ നടത്തിയ ആളുകളുടെ എല്ലാം സിമ്പതിയും പിടിച്ചു പറ്റി ഇദ്ദേഹം നടത്തിക്കൂട്ടുന്ന അഴിമതിയും കൊള്ളയും തിരിച്ചറിയാത്ത വിധം എല്ലാം മൂടി വെച്ചുകൊണ്ട് ഇദ്ദേഹം ദൈവീകമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് വോട്ട് തട്ടുന്ന നടപടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കട്ടുമുടിച്ച് നശിപ്പിച്ച് അദാനിക്കും അംബാനിമാർക്കും തീരെഴുതി കൊടുത്ത് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ ഈ BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന BJP. നമ്മുടെ സകലവിധ സീപോർട്ടുകളും എയർപോർട്ടുകളും അദാനിക്കും അംബാനിക്കും കൊടുത്തത് വഴി ഈ നമ്മുടെ രാജ്യം മുഴുവൻ മയക്കുമരുന്ന് കടത്തി അവർ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മയക്കുമരുന്നും അതുപോലെ ലോൺ തട്ടിപ്പ് തുടങ്ങി സകലവിധ തട്ടിപ്പുകളും ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വിഭാഗത്തിന് വേണ്ടി സകലവിധ അനീതിയും അഴിമതികളും കൊള്ളകളും നടത്തി പണമുണ്ടാക്കുന്നതിനും മറ്റുള്ള 80% വരുന്ന പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നതിനും അവരെ പട്ടിണിക്കിട്ട് കൊന്നൊടുക്കുന്നതിനുമായ നമുക്കറിയാം, കർഷക സമരം 1 വർഷത്തോളം കർഷകർ സമരം നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ അവരെ അടിച്ചമർത്തി കള്ളക്കേസുകളിൽ കുടുക്കിയും പരാജയപ്പെടുത്തി സകലവിധ തൊഴിൽ നിയമങ്ങളും കാറ്റിൽ പറത്തി സകല വിഭാഗം തൊഴിലാളികളെയും അടിച്ചമർത്തി അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ BJPയുടെ ഭരണാഭാസത്തിൽ അതിൻ്റെ പ്രഭാവലയത്തിൽ മുങ്ങിപ്പോയി അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇനിയും ചാതുർവർണ്ണ്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് രാജ്യത്തെ 80%-ലധികം വരുന്ന ജനങ്ങൾ അടിമകളായി ജീവിക്കുന്ന ഒരു ഭാവി ഭാരതത്തിന് വേണ്ടിയാണ്, അടിമകളാക്കുന്ന ഭാവി ഭാരതത്തിന് വേണ്ടിയാണ് ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും അടിച്ചമർത്തുന്നതെന്നും അവരുടെ ചതിയും വഞ്ചനയിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ അവസ്ഥ മനസ്സിലാക്കി ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ നമ്മൾ വീണ്ടും അടിമകളായി തീരുമെന്നും ഒരിക്കൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്ത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടിയെ തുരത്തി ഓടിക്കാൻ കഴിയില്ലെന്നും അവരുടെ മക്കളെല്ലാം വിദേശത്ത് പോയി പഠിക്കുകയും നമ്മുടെ മക്കളെല്ലാം ഇവിടെ പ്രാകൃതമായ വിദ്യാഭ്യാസത്തിലും അപരിഷ്കൃതമായ സംവിധാനത്തിലും വളർന്ന് ദിവസേന നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നതെന്ന് മനസ്സിലാക്കി ഇവരെ അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനും ഇവരുടെ ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്താനും എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറായില്ലെങ്കിൽ നാം വീണ്ടും അടിമത്തത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്ന സത്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.